ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീ രാഹാബ് എന്ന ആ പാപിയായ സ്ത്രീ രണ്ടുപേരെ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ പറയുകയാണ്, അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു, എങ്കിലും എവിടത്തുകാര് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എരിഹോ പട്ടണം ഉറ്റുനോക്കുവാനായി മോശ സിത്തീമിൽ നിന്ന് രണ്ടുപേരെ അയക്കുകയാണ്. അവർ എരിഹോ പട്ടണത്തിൽ എത്തി എന്നുള്ള വിവരം എരിഹോ രാജാക്കന്മാർക്ക് അറിവ് കിട്ടി. എരിഹോ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ഈ രാഹാബിന്റെ വീട്ടിൽ അവർ വരികയാണ്. അതുകൊണ്ട് രാഹാബിനോട് ചോദിക്കുകയാണ്, ആ വന്ന രണ്ട് പുരുഷന്മാർ എവിടെയാണ്? അവരെ ഇങ്ങോട്ട് ഇറക്കി വിടുക എന്ന് പറയുകയാണ്. അപ്പോൾ രാഹാബ് പറയുകയാണ്, അവരിവിടെ വന്നിരുന്നു. ആ പാപിയായ സ്ത്രീ പറയുകയാണ്, അവരിവിടെ വന്നിരുന്നു, പക്ഷേ അവരെ കൊണ്ടുപോയി മുകളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് ചനത്തണ്ടുകൾക്ക് ഇടയിൽ കൊണ്ടുപോയി ആ രണ്ടുപേരെയും ഒളിപ്പിച്ചിട്ട് പറയുകയാണ്, അവരുടെ വന്നിരുന്നു, അവർ ഇപ്പോഴങ്ങൾ പോയതേ ഉള്ളൂ, പിന്നാലെ ചെല്ലുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് പിടിക്കാമെന്ന് രാഹാബ് എന്ന ആ പാപിയായ സ്ത്രീ അവിടെ പ്രസ്താവിക്കുകയാണ്. ആ ദൈവത്തിന് വേണ്ടി അവൾ ഒരു ചെറിയ വേല അവൾ ചെയ്തപ്പോൾ രണ്ട് ദൈവദാസന്മാരെ അവൾ വീട്ടിൽ ഒളിപ്പിച്ച് താമസിച്ചപ്പോൾ ദൈവം അത് കണക്കിട്ടു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുവിന്റെ വംശാവലി എഴുതിയപ്പോൾ ഈ രാഹാബിന്റെ പേര് അവിടെ എഴുതി ചേർക്കുകയാണ്. രാഹാബ് ശിമോനെ വിവാഹം കഴിച്ചു, അതിൽ നിന്ന് രൂത്ത് ഉളവായി, അതിൽ നിന്ന് ബോവസ് ഉളവായി, ബോവസ് രൂത്തിനെ വിവാഹം കഴിച്ചു, ഒബേദ് ഉളവായി, ഒബേദിൽ നിന്ന് ഇസ്സായി ഉണ്ടായി, അങ്ങനെ ദാവീദ് ഉണ്ടായി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ രാഹാബ് ഒരു അംഗമാകുകയാണ്. രാഹാബ് ഒന്ന് നോക്കുകയാണ്, ഞാൻ വളരെ പാപിയായ സ്ത്രീയാണ്, ആ കാലത്തെ ന്യായപ്രമാണം അനുസരിച്ച് എന്നെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടവളാണ്. കല്ലെറിഞ്ഞു കൊല്ലത്തക്കവണ്ണം പാപം ചെയ്ത ചെളിക്കുണ്ടിൽ കിടന്ന ആ രാഹാബ് എന്ന സ്ത്രീ ദൈവത്തിനു വേണ്ടി ഒരു ചെറിയ കാര്യം അവൾ ചെയ്തപ്പോൾ അവളുടെ പേര് യേശുവിന്റെ വംശാവലിയിൽ അവൾ എഴുതി ചേർക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും അവൾ നിർത്തിയില്ല. അവൾ നമ്മൾ ഓർക്കണം, അവൾ ഒരു പാപിയായ സ്ത്രീയാണ്, ചെളിക്കുണ്ടിൽ കിടന്നവളാണ്, ലോകം അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നോക്കുന്നവളാണ്, ലോകത്തിൽ അവൾക്ക് ജീവിക്കുവാൻ ആശയില്ലാത്തവളാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തപ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ അവളുടെ പേര് ദൈവം എഴുതി ചേർക്കുകയാണ്. വീണ്ടും അവൾ പറയുകയാണ്, വീണ്ടും അവൾ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു. അവൾ പറയുകയാണ്, അവൾ വിശ്വാസത്തിന്റെ വാക്ക് ഉരുവിടുകയാണ്. ഒന്ന്, ദൈവത്തിന് വേണ്ടി ഒരു വേല ചെയ്തു. 2, ദൈവത്തിന് വേണ്ടി എന്താണ് വിശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ്. അവരോട് പറയുകയാണ്, ഈ ദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഈ ദേശം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ്, നിങ്ങളുടെ നിമിത്തമുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുകയാണ്. അത് മാത്രവുമല്ല, നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ ഉരുകിപ്പോകുന്നു. നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ചെങ്കടൽ വറ്റിച്ചത് ഞങ്ങൾക്ക് അറിയാം. യോർദാൻ കരയിൽ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഗ്, ഓഗ് എന്നുള്ള അമോരി രാജാക്കന്മാരോട് നിങ്ങൾ ചെയ്തത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എനിക്ക് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ ദേശം ദൈവം നിങ്ങൾക്ക് തന്നു എന്ന് ഉറപ്പാണ്, അത് ഞാൻ വിശ്വസിക്കുകയാണ്. ആരാണ് പറയുന്നത്? ഒരു ഇസ്രായേൽ സ്ത്രീ അല്ല പറയുന്നത്, ഒരു പാപിയായ സ്ത്രീയാണ് പറയുന്നത്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത ചെളിക്കുണ്ടിൽ കിടന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് പറയുകയാണ്. അവളുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ കണ്ടോ? ഇസ്രായേൽ മക്കളായ നമുക്ക് അതിന്റെ വിശ്വാസത്തിന് ഇത്രയും ശക്തിയോടെ പറയുവാൻ കഴിയുമോ? അവൾ പറഞ്ഞപ്പോൾ ദൈവം അവളെ ഓർക്കുകയാണ്. ദൈവം അവളെ ഹല്ലേലൂയ വംശാവലിയിൽ എഴുതി ചേർക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൾ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ദയ ചെയ്തു, നിങ്ങളെ ഇവിടെ ചനത്തണ്ടുകൾക്ക് ഇടയിൽ കൊണ്ടുവന്ന് നിങ്ങളെ പാർപ്പിച്ചു. നീ ഒരു കാര്യം എനിക്ക് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ നിന്നോട് ദയ ചെയ്തതുപോലെ എൻ്റെ പിതൃഭവനത്തോടും എന്നോട് ദയ ചെയ്യണം. എനിക്ക് പിതാവുണ്ട്, മാതാവുണ്ട്.
സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരെയൊക്കെ യഹോവ നിങ്ങൾക്ക് ഈ എരിഹോ പട്ടണം തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിന് എനിക്കൊരു മാറ്റവുമില്ല. കാരണം നിങ്ങളുടെ ദൈവം മീതെ സ്വർഗത്തിലും കീഴെ ഭൂമിയിലും ദൈവമാണ്. അത് ഞാൻ കണ്ടതാണ്. ചെങ്കടൽ വറ്റിച്ചത് ഞാൻ കണ്ടതാണ്. സീഗ ഓഗ എന്ന അമോന്യ രാജാക്കന്മാരെ നിങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത് ഞാൻ കണ്ടതാണ്. അതൊക്കെ ഞാൻ കണ്ടതുകൊണ്ട് നിങ്ങളുടെ ദൈവം ആരാണ്? മീതെ സ്വർഗത്തിലും ദൈവമാണ്, കീഴെ ഭൂമിയിലും ദൈവമാണ്. ആ ദൈവത്തെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൃപ ചെയ്യണം. എന്നെയും എൻ്റെ കുടുംബത്തെയും അവർക്കുള്ള സകലത്തിനെയും ദയചെയ്ത് നിങ്ങൾ കാസൂക്ഷിക്കണം. ഒരു ഉടമ്പടി ചെയ്യുവാണ്, ഒരു ട്രീറ്റ് ചെയ്യുകയാണ്. ദൈവ ആ 2 പുരുഷന്മാരുമായി അവർ ഉടമ്പടി ചെയ്യുകയാണ്. അവളുടെ ദീർഘവീക്ഷണം, അവൾ എത്ര കാന്തദർശിയുള്ള ഒരു സ്ത്രീയാണെന്ന് നോക്കിയേ. അവൾ എത്ര കാന്തദർശിയുള്ള ഒരു സ്ത്രീയാണ്. അവൾ അവരുടെ കുടുംബത്തെ പറ്റി, അവരുടെ സഹോദരന്മാരെ പറ്റി, അവരുടെ സഹോദരിമാരെ പറ്റി, അവർക്കുള്ള എല്ലാത്തിനെയും പറ്റി അവൾക്ക് എത്ര കൺസേൺ ആണ്. അതൊന്നും നശിച്ചു പോകരുത്. അവൾ വേലികെട്ടി സൂക്ഷിക്കത്തക്ക രീതിയിൽ അവരുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. നിങ്ങൾ ആരും അവരുടെ എല്ലാം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അവര് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അതുകൊണ്ട് ആ രാഹാബ് എന്ന സ്ത്രീ അങ്ങനെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ ഉടമ്പടി ചെയ്ത് അവരെ ദൈവം യെരിഹോ പട്ടണം ദൈവമക്കൾക്ക് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യോശുവയുടെ നേതൃത്വത്തിൽ അത് കീഴ്പ്പെടുത്തിയപ്പോൾ അവരെയും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം രക്ഷിച്ചു. രാഹാബ് എന്ന സ്ത്രീ, അവള് ചെളിക്കുണ്ടിൽ കിടന്ന ആ പാപിയായ സ്ത്രീയെ രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ദൈവം നമ്മോട് അരുളി ചെയ്ത ആ സ്ത്രീയുടെ പാപങ്ങളെ എല്ലാം ദൈവം എന്ത് ചെയ്തു? കഴുകിക്കളഞ്ഞു. ആ കഴുകിക്കളഞ്ഞ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൾ അംഗമായി. അവളുടെ രാഹാബ് ഒരു വിവാഹം കഴിച്ചു. അതിൽ നിന്ന് ബോവസ് ഉളവായി. ഈ ബോവസ് എന്ന മനുഷ്യനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെ പറ്റിയും സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു ബോവസ്. ഹി വാസ് എ മീക്ക് പേഴ്സൺ അറ്റ് ദാറ്റ് ടൈം. എന്താണ് അങ്ങനെ അവൻ എത്ര മീക്ക് ആവാനുള്ള കാരണം? 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ബോവസ് മഹാധനികനായിരുന്നു. മഹാധനികനായ ഒരു മനുഷ്യൻ ഇത്രയ്ക്കും സൗമ്യനായി നമ്മൾ കാണാൻ സാധ്യത കുറവാണ്. അവൻ അത്രയും പണം ഉണ്ടാവുമ്പോൾ അവൻ ഭയങ്കര അല്പം അഹങ്കാരമൊക്കെ ഏത് മനുഷ്യനും ഉണ്ടാവും. അധികാരവും പണവും സ്ഥാനവും മാനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഏത് മനുഷ്യനും അവന് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അപ്പോൾ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. കാരണം അവന്റെ ജീവിതത്തിലേക്ക് അവൻ നോക്കുമ്പോൾ അവൻ സദസ്സിലൊക്കെ മറ്റുള്ള മേഖലകളിൽ ചെന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ ആളുകൾ അവനെ നോക്കി പറയും, ബോസേ നീ രാഹാബിന്റെ മകളല്ലേ? ഓ, ഞാൻ രാഹാബിന്റെ മകളാണ് എന്ന് പറയുമ്പോൾ അവന്റെ നെറ്റി ചൂടുകയാണ്, അവന്റെ മുഖം കുമ്പിടുകയാണ്. അവൻ ഒന്നേ പറയാനുള്ളൂ, ദൈവമേ, ഞാൻ ഇതിന് ദൈവത്തിന്റെ വംശാവലി വരുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടുകിടക്കും കരയുമാണ് അവൾ. അങ്ങനെ ഈ ബോവസ് കരയുവാൻ കാരണം എന്റെ അമ്മ രാഹാബ് ഒരു പാപിയായ ഒരു സ്ത്രീയാണ്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ യാതൊരു അവകാശവും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. കല്ലെറിഞ്ഞു കൊല്ലേണ്ടവളാണ് അവൾ. മരണം മാത്രമാണ് അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവൾ ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്തപ്പോൾ ദൈവം അത് കുറിക്കൊണ്ടു. ദൈവം അതിനെ കുറിച്ചിട്ടു. ദൈവം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവം എന്ത് ചെയ്യാണ്? കുറിച്ചിടുന്ന ദൈവമാണ്. അങ്ങനെ കുറിച്ചിട്ട് അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. അവനെ ധനികനായ ബോവസിനെ നമ്മൾ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുകയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് നവോമി അവള് അപ്പത്തിന്റെ ദേശമായ ബേത്ലഹേമില് ദൈവത്തിന്റെ സന്നിധി വിട്ട് അവൾ പോവുകയാണ്. ക്ഷാമം വന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധി വിട്ട് അവൾ പോകുന്നു. ദൈവവചനം അറിയാവുന്ന നവോമി ദൈവത്തിന്റെ സന്നിധി വിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ സന്നിധി വിട്ട് പോയപ്പോൾ ഏലിമേലെക്ക് എന്ന അവളുടെ ഭർത്താവ് അവൾക്ക് നഷ്ടപ്പെട്ടു പോയി. മഹ്ലോൻ കിലയോൻ എന്ന 2 ആൺമക്കളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവൾ പോയത് എങ്ങോട്ടാണ്? മോവാബ് ദേശത്തേട്ടാണ്. മോവാബ് ദേശത്തിന്റെ പ്രത്യേകത എന്താണ്? നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ
മോവാബിനും അമ്മോന്യരും ഒരു നാളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ആ മോവാബ് ദേശത്തേക്കാണ് അവൾ പോകുന്നത്. ലോത്തിന്റെ വംശപാരമ്പര്യമാണ് മോവാബിനും അമ്മോന്യരും. അങ്ങനെ അവൾ അവിടെ ചെന്നത് ഫലം അവളുടെ ഭർത്താവായ ഏലുവിലേക്ക് മരിച്ചു. രണ്ടാമത് മഹ്ലോനും കിലിയോനും മരിച്ചു. അവര് വിവാഹം ചെയ്തു. രൂത്തും ഓർഫയും ഹല്ലേലൂയ ഏകദേശം 10 വർഷക്കാലം മാത്രമാണ് അവരവിടെ താമസിച്ചത്. ആ 10 വർഷക്കാലം താമസിച്ചപ്പോഴേക്കും നവോമി പറയുകയാണ്, ഞാന് നിറഞ്ഞവളായി വന്നു, ഒഴിഞ്ഞവളായി പോകുന്നു. ഇനി എന്നെ നവോമി എന്ന് വിളിക്കരുതേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഓടിപ്പോന്നപ്പോൾ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് മാത്രമല്ല, ദൈവം അന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എന്ത്? നീ ജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്. വചനം നന്നായി അറിയാവുന്ന നവോമി തന്റെ മക്കൾക്ക് വേണ്ടി ജാതീയ സ്ത്രീകളെയാണ് വിവാഹം കഴിപ്പിച്ചത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ജാതീയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ആ മക്കൾ രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെ രൂത്ത് നവോമി വീണ്ടും അപ്പത്തിന്റെ ദേശമായ ബേത്ലേഹേമില് ക്ഷാമം മാറി. ദൈവം അവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് കണ്ടപ്പോൾ തിരിച്ചു പോകുവാനായി അവർ പുറപ്പെടുകയാണ്. അപ്പോൾ രൂത്തോ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുകയാണ്. രൂത്ത് പറയുകയാണ്, അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനമാണ്, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വേർപെടുകയില്ല. ആ ദൃഢമായ ദൈവത്തിന് വേണ്ടി രൂത്ത് ദൈവത്തിന് വേണ്ടി ഒരു കാലെടുത്ത് വെച്ച കണ്ടേ. ആ ദൈവത്തെ പറ്റിയുള്ള അവളുടെ ആ ജ്ഞാനം, അവളുടെ അറിവ് അവൾ കിട്ടിയപ്പോൾ അവൾ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഈ ദൈവത്തെ വിട്ട് ഞാൻ പിരിഞ്ഞു പോകുകയില്ല. രൂത്ത് പറയുകയാണ്, ദൈവം പറഞ്ഞിട്ടുള്ളത് എന്താണ്? മോവാബിനും അമ്മോന്യരും ഒരു നാളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുത്, ഒരു നാളും പ്രവേശിക്കരുത് പറഞ്ഞ രൂത്ത് ഇപ്പോൾ ദൈവത്തിന്റെ വംശാവലിയിൽ അംഗമാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വംശാവലിയിൽ അവൾ അംഗമായി തീർന്നു. ഹല്ലേലൂയ. അവൾ പറയാണ്, എനിക്ക് അവകാശപ്പെടുവാനായിട്ട് ഒന്നുമില്ല. എനിക്ക് അവകാശം, ദൈവം എന്നെ, ജനങ്ങളെന്നെ ആട്ടി ഓടിക്കുന്നവരാണ്, എനിക്കൊന്നും അവകാശമില്ലാത്തവരാണ്. അങ്ങനെയുള്ള രൂത്ത് ദൈവത്തിന്റെ വംശാവലിയിൽ അവൾ അംഗമായി തീർന്നു. ഹല്ലേലൂയ. ആ രൂത്ത്, ഹല്ലേലൂയ, അവൾ വിശ്വാസത്തിന്റെ വാക്കുകളാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മള് ഒന്ന് പ്രാർത്ഥന, ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് പറയുവാനായി കഴിയുമോ? അങ്ങനെ വിശ്വാസത്തിന്റെ വാക്കുകൾ രൂത്ത് ഉരുവിട്ടപ്പോൾ രൂത്തിന്റെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റമാണ് വന്നത്. ദൈവം പ്രവേശിക്കരുതെന്ന് പറഞ്ഞ രൂത്ത് ദൈവത്തിന്റെ വംശാവലിയിൽ അംഗമായി തീരുകയാണ്. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദമിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുമോ? അനുദമിക്കുകയുമില്ല, വ്യാജം പറയുകയുമില്ല. പക്ഷേ ഇവിടെ ദൈവം പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ദൈവം രൂത്തിനെ തന്റെ വംശാവലി അംഗമാക്കുവാൻ കാരണം എന്താണ്? ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. നമ്മൾ എന്നെങ്കിലും നമുക്ക് തിരിഞ്ഞു വരുവാൻ നമുക്കൊരു മനസ്സുണ്ടോ? നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ പാപം എത്ര കഠിനമായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഹല്ലേലൂയ വെളുപ്പിക്കാമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇങ്ങനെ ആ രൂത്തിനെയും ഹല്ലേലൂയ വംശാവലിയിൽ അംഗമാക്കുകയാണ്. ആ ബോവസിന്റെ സംസാരങ്ങൾ നമ്മൾ കേട്ടാല് ഹല്ലേലൂയ ബോവസിന്റെ ആ സൗമ്യത നമുക്ക് മനസ്സിലാവും. ബോവസ് ബേത്ലേഹേമിൽ നിന്ന് വരികയാണ്. വരുമ്പോൾ കൊയ്ത്തുകാരോട് പറയുകയാണ്, യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. വീണ്ടും ബോവസ് പറയുകയാണ്, ദൈവം നിങ്ങളെ കൊയ്ത്തുകാർ പറയുകയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണിക്കാരോടൊക്കെ നമ്മളങ്ങനെ സംസാരിക്കുമോ? അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവരോടും പറഞ്ഞു.
നമ്മളൊന്നും അങ്ങനെ നമ്മുടെ വേലക്കാരോട്, നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്നവരോട് നമ്മൾ പറയാറില്ല, യഹോവ നിന്നോടുകൂടി ഇരിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും രൂത്തിനോട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവന് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. നീ ആശ്രയിച്ചു വന്നിരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഇസ്രായേലിന്റെ ദൈവം, അവന്റെ ചിറകിന്റെ കീഴിലാണ് നീ ആശ്രയിച്ചു വന്നിരിക്കുന്നത്. നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഹല്ലേലൂയ. അപ്പോ എത്ര സൗമ്യനായി, ഇത്രമാത്രം ധനികനായ ഒരു മനുഷ്യൻ എത്ര സൗമ്യനായാണ് അവൻ സംസാരിക്കുന്നതെന്ന് നോക്കി. നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? 2-ാം അധ്യായത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, നീ മഹാധനികനായ ഒരു മനുഷ്യനാണ്, പക്ഷേ അവൻ എത്ര സൗമ്യമായി അവൻ തന്റെ വേലക്കാരോട് സംസാരിക്കുകയാണ്. അങ്ങനെ രൂത്തിനെ ബോവസ് വിവാഹം കഴിച്ചു. അങ്ങനെ അവൾ വംശാവലിയിൽ അംഗമായി തീർന്നു. വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകളാണ് നമുക്ക് ഉരുവിടേണ്ടത്. ഈ പാപിയായ സ്ത്രീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവള് യേശുവിന്റെ വംശാവലിയിൽ അവൾ അംഗമായി തീർന്നു. നമ്മൾ ലൂക്കോസിന് ശേഷം 7-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാനായി യേശുവിനെ വിളിച്ചു. നമ്മളിവിടെ താഴെ വായിക്കുമ്പോൾ ഈ പരീശന് യേശുവിലൊന്നും വലിയ വിശ്വാസമില്ല. പരീശൻ പറയുകയാണ്, പരീശൻ എന്തിനാണ് യേശുവിനെ വിളിച്ചത്? എൻ്റെ വീട്ടിൽ വന്നാണ് യേശു ഭക്ഷണം കഴിച്ചു എന്ന് അവനൊരു പബ്ലിസിറ്റി കിട്ടണം. അങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പരീശൻ യേശുവിനെ വിളിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഒന്ന് വരണം, ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അവൻ പബ്ലിസിറ്റി കൊടുക്കും, എൻ്റെ വീട്ടിലാണ് ഇന്ന് യേശു ഭക്ഷണം കഴിച്ചത്. പക്ഷേ അവിടെ ഒരു സ്ത്രീ ഉണ്ട്, ഒരു പാപിയായ സ്ത്രീ. അവളെ വിളിച്ചില്ല, അവളെ ആരും വിളിച്ചില്ല. ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് അവളെ ആരും വിളിച്ചില്ല. അവൾ പാപിയാണ്. ഒരു കസേരയിൽ ഇരിക്കുവാനോ യേശുവിന്റെ മുഖത്ത് നോക്കുവാനോ ഒന്നും അവൾക്ക് യോഗ്യതയില്ല. ആ വീട്ടിൽ വലിയ പണക്കാരനായതുകൊണ്ട്, പരീശനായതുകൊണ്ട്, ആ കാലത്തെ വലിയ ധനികനാണ്, വലിയ സംസ്കാര സമ്പന്നനാണ് ആ പരീശൻ അവിടെയുണ്ട്. ആ പരീശന് സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിനെ ഒക്കെ തടഞ്ഞ് അവള് ആവശ്യബോധത്തോടെ ഓടി യേശുവിന്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ അവൾ ഒരു വെൺകൽ പരിമള തൈലവുമായി ഓടി വന്ന് യേശുവിന്റെ കാലിന് ഇരിക്കുന്നതിന്റെ പുറയിൽ വന്ന് ഇരിക്കുകയാണ്. ആ പുറയിൽ വന്ന് ഇരുന്നിട്ട് യേശുവിന്റെ മുഖത്ത് നോക്കുവാൻ അവൾക്ക് കഴിയില്ല. അവൾ വളരെ പാപിയാണ്. മുഖത്ത് നോക്കുവാൻ കഴിയാത്ത അവള് പുറകിലിരുന്ന് ഈ പരിമള തൈലം കൊണ്ട് കാല് കഴുകി, ഹല്ലേലൂയ, കണ്ണുനീര് കൊണ്ട് ഹല്ലേലൂയ കാല് കഴുകുകയാണ്. അവൾ തലമുടി കൊണ്ട് അവൾ തുടയ്ക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ കാൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീര് കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയുകയാണ്, അവളുടെ അനേക പാപങ്ങൾ മോചിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. ആ പാപിയായ സ്ത്രീയുടെ അനേക പാപങ്ങളെ ദൈവം എന്ത് ചെയ്തു? മോചിച്ചു കളഞ്ഞു. ഈ പരീശൻ പറയുകയാണ്, ഇവനൊരു പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അപ്പൊ ഒരു പ്രവാചകൻ എന്ന് ഈ പരീശൻ വിശ്വസിച്ചാണോ യേശുവിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്? ഒരിക്കലുമല്ല. അവന് പ്രസക്തി വേണം, അവന് പേര് വേണം. എന്റെ വീട്ടിലാണ് ഇന്നലെ യേശു വന്ന് ഭക്ഷണം കഴിച്ചത് എന്ന് അവന് 4 പേരോട് പറയണം. അങ്ങനെ പറയുമ്പോൾ അവന് സമൂഹത്തിൽ ഒരു വിലയായി. ആ വിലയ്ക്ക് വേണ്ടിയാണ് ആ പരീശൻ അത് ചെയ്തത്. പക്ഷേ പരീശന് ഒരു പ്രയോജനവും കിട്ടിയതായി നമ്മളിവിടെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നില്ല. ആ വീട്ടിൽ വിളിക്കാതെ വന്ന ഒരു അതിഥിയാണ് ഈ പാപിയായ സ്ത്രീ. അവളെ ആരും വിളിച്ചില്ല. ഈ ഇത്രയും വലിയ ധനികന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കുവാൻ ഈ പാപിയായ സ്ത്രീയെ വിളിക്കൂ? ലോകത്തിൽ ഒരു മനുഷ്യനും വിളിക്കുകയില്ല. നമ്മുടെ വീട്ടിൽ ഹല്ലേലൂയ, നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ആളുകളെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. വളരെ പാവപ്പെട്ട, വളരെ മോശമുള്ള ആളുകളെ ഒന്നും സാധാരണ മനുഷ്യരാരും വിളിക്കുകയില്ല. പ്രത്യേകിച്ച് ഈ പാപിയായ സ്ത്രീ, അവള് സെക്യൂരിറ്റിനെയൊക്കെ തടഞ്ഞു മാറ്റി അവൾ ആവശ്യബോധത്തോടെ ഓടി വന്ന് യേശുവിന്റെ മുമ്പിൽ വന്ന് ഇരിക്കുവാൻ അവൾക്ക് യോഗ്യതയില്ല. അവളെ പുറകിൽ വന്ന് ഇരിക്കുകയാണ്. കണ്ണുനീര് കൊണ്ട് കാല് കഴുകുകയാണ്, തലമുടി കൊണ്ട് തുടയ്ക്കുകയാണ്, പരിമള തൈലം അവൾ പൂശുകയാണ്. അങ്ങനെ പൂശിയപ്പോൾ യേശു അവളോട് പറയുകയാണ്, മകളെ, നിന്റെ അനേക പാപങ്ങളെ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ദൈവം അനേക പാപങ്ങളെ ആ പാപിയായ സ്ത്രീക്ക് മോചിച്ചു കൊടുത്തു.
നമ്മൾ യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ ദൈവം അത് കണക്കിലാതെ വിടുമോ? ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല ദൈവം ചെയ്യുന്നത്. ദൈവം പ്രവർത്തിക്കും, ആര് തടുക്കും? ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ യേശുവിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്താൽ, നിർബന്ധിച്ചോ വെച്ചോ, സ്വന്തം മനസ്സോടെയോ ഇഷ്ടത്തോടെയോ ഇഷ്ടം കൂടാതെയോ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ ദൈവം നമ്മെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണാം, അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവനെ ക്രൂശ് ചുമപ്പിക്കാൻ നിർബന്ധിക്കുകയാണ്. ഈ കുറേനക്കാരനായ ശീമോൻ വയലിൽ വളരെ അധ്വാനിച്ച് ക്ഷീണിച്ച് അവന് നടക്കുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി. വീട്ടിൽ ചെന്ന് എങ്ങനെയെങ്കിലും പോയി ഇച്ചിരി വിശ്രമിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് അവനിങ്ങ് വരികയാണ്. അങ്ങനെ അവനിങ്ങ് വരുമ്പോഴാണ് റോമൻ പട്ടാളക്കാർ അവനെ കാണുകയാണ്. റോമൻ പട്ടാളക്കാർ അവനെ പിടിക്കുകയാണ്. കുറേനക്കാരനായ ശിമോനെ, യേശുവിന്റെ ക്രൂശ് നീ ചുമക്കണമെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിപ്പിച്ച് യേശുവിന്റെ ക്രൂശ് ചുമക്കുകയാണ്. അങ്ങനെ നിർബന്ധത്താൽ അവന്റെ ക്രൂശ് അവൻ ചുമക്കുകയാണ്. യേശു നിർബന്ധത്താൽ ചുമന്നപ്പോൾ അവന്റെ മക്കളായ രൂഫസിനെയും അലക്സാണ്ടറിനെയും ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിൽ പ്രസിദ്ധനായ രൂഫസ് എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇവിടെ യേശു കർത്താവ് ഹല്ലേലൂയ വീണും എഴുന്നേറ്റും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി കർത്താവിന്റെ ക്രൂശ് ചുമന്ന് അവൻ ഗോഗൽത്തായിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഹല്ലേലൂയ. തലയോടിടമെന്ന അർത്ഥമുള്ള ഗോഗൽത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കൈപ്പിതിയൊടിക്കുവാൻ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആ കുറേനക്കാരനായ ശീമോൻ അവന്റെ ക്രൂശിന്റെ അറ്റം പിടിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ആ ക്രൂശിൽ ആ ക്രൂശ് ചുമക്കുവാൻ സഹായിച്ച ആ കുറേനക്കാരനായ ശീമോനെ, അവന്റെ സന്തതി പരമ്പരകളെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുകയാണ്. അത് അവന് നിർബന്ധത്താൽ, സ്വന്തം ഇഷ്ടത്താൽ അല്ല യേശുവിന്റെ ക്രൂശ് ചുമന്നത്, നിർബന്ധത്താൽ ചെയ്തതാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മള് സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്നവനെ ദൈവം എത്ര അധികം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അലക്സാണ്ടർ രൂഫസിന്റെ അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരൻ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ സ്വന്തം ഇഷ്ടത്താൽ, ഇപ്പൊ നമ്മളൊരു പ്രേയറിന് വരുന്നതാണെങ്കിൽ പോലും ആ നിർബന്ധിച്ച് വന്നാലും ദൈവം അനുഗ്രഹിക്കും. സ്വന്തം ഇഷ്ടത്താൽ വന്നാൽ എത്ര അനുഗ്രഹിക്കും? വളരെ അനുഗ്രഹിക്കും. അത് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, ഇഷ്ടത്താൽ വരുന്നവനും. ഇവിടെ കുറേനക്കാരൻ ശീമോൻ യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ അവൻ ആഗ്രഹിച്ചില്ല, അവന് ഇഷ്ടമല്ലായിരുന്നു. എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ എനിക്ക് പോയി എനിക്ക് വിശ്രമിക്കണം. അവന് പാടത്ത് പണിയെടുത്തിട്ട് വരുന്നതാണ് കുറേനക്കാരൻ. നമുക്കറിയാം, പണിയെടുത്ത് വളരെ വിഷമിച്ചു വരുന്നവന് അവൻ എങ്ങനെയെങ്കിലും അവന്റെ വീട്ടിൽ പോയി വിശ്രമിക്കണമെന്നാണ് അവന് ആഗ്രഹം. അപ്പോൾ അങ്ങനെ വിശ്രമിക്കുവാൻ വരുന്ന, പക്ഷെ നിർബന്ധിച്ചാണ് അവൻ കർത്താവിന്റെ ക്രൂശ് ചുമന്നത്. അപ്പോൾ ക്രൂശ് ചുമന്നപ്പോൾ അവന്റെ മക്കളെ ദൈവം എന്ത് ചെയ്തു? ധാരാളമായി അനുഗ്രഹിച്ചു. കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ എന്ന റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിന് വേണ്ടി സ്വന്തം ഇഷ്ടത്താൽ നമ്മൾ ചെയ്താലും നിർബന്ധത്താൽ നമ്മൾ ചെയ്താലും നമുക്ക് അനുഗ്രഹം തീർച്ചയാണ്. പക്ഷേ അതിന്റെ അളവ് വ്യത്യാസം ഉണ്ടാകും. ഇവിടെ കുറേനക്കാരനായ ശീമോനെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഈ പരീക്ഷ നോക്കിയേ, പരീക്ഷന് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അവന്റെ ഭക്ഷണം പോയി, അവന്റെ സമയം പോയി, എല്ലാം അവന് നഷ്ടപ്പെട്ടു. പക്ഷേ ആരും വിളിക്കാതെ ഓടിച്ചെന്ന ആ പാപിയായ സ്ത്രീക്ക് അവരുടെ എല്ലാ പാവങ്ങളും എന്ത് ചെയ്തു? ദൈവം മോചിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ചവറ് എന്ന് എഴുതുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ
ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ചവറ എന്ന് എണ്ണുകയാണ്. അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഓർക്കുമ്പോൾ ആരാണ് അപ്പോസ്തലനായ പൗലോസ്? ഗമാലേക്കിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ വചനം, ന്യായപ്രമാണം പഠിച്ച പൗലോസ്. ആ പൗലോസിനെ ദമസ്കോസിന്റെ പിടിവാതിൽക്കൽ വെച്ച് യേശു ക്രിസ്തു അടിച്ച് താഴെയിട്ടു. ഹല്ലേലൂയ. അനനിയാസ് വന്ന് അവനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവന് അനോയിൻമെന്റ് കൊടുത്ത് അവൻ ദൈവത്തിന്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരു സോൾജിയറായി അവനെ ദൈവം മാറ്റി. ആ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളത് എല്ലാം ഞാൻ എന്ത് ചെയ്യുകയാണ്? ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. എന്താണ് അവൻ അങ്ങനെ എണ്ണുവാനുള്ള കാരണം? അപ്പോസ്തലനായ പൗലോസും യോഹന്നാനും സ്വർഗത്തിൽ ദൈവം അവരെ എന്ത് ചെയ്തു? സ്വർഗത്തിൽ കൊണ്ടുപോയി സ്വർഗീയ ദർശനങ്ങളെ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ സ്വർഗീയ ദർശനങ്ങളെ അത്രയ്ക്കും ശ്രേഷ്ഠമായത് അവൻ കണ്ടപ്പോൾ ഈ ഭൂമിയിലുള്ളത് എല്ലാം എനിക്ക് ചപ്പും ചവറുമെന്നായി. പൗലോസ് ആരായിരുന്നു? കപ്പൽ പ്രമാണിയായിരുന്നു. വളരെയധികം ജ്ഞാനമുള്ള ജ്ഞാനിയായിരുന്നു. വളരെ സമ്പത്തുള്ളവനായിരുന്നു. അങ്ങനെ സമ്പത്തുള്ള പൗലോസ് സ്വർഗീയ ദർശനങ്ങളെ അവൻ കാണുകയാണ്. സ്വർഗീയ ദർശനങ്ങളെ കണ്ടപ്പോൾ ഈ ലോകത്തിലുള്ള സമ്പത്ത്, ജ്ഞാനം, അധികാരം എല്ലാം എനിക്ക് വിട്ടുപോകണമെന്ന് അവന് തോന്നി. ഈ ശരീരം വിട്ട് എനിക്ക് യേശുവിനോട് കൂടെ ഒന്ന് ചേരണം, എന്റെ യേശുവിന്റെ അടുക്ക് എനിക്ക് എന്ന് പോകണം എന്ന് പറയുകയാണ്. അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ യോഹന്നാനോട് പറയുകയാണ്. യോഹന്നാനും പൗലോസും മാത്രമാണ് സ്വർഗത്തിൽ പോയി കണ്ടിട്ട് താഴെ വന്ന് നമ്മളോട് സംസാരിച്ച 2 ശിഷ്യന്മാരെ നമ്മൾ കാണുന്നത് യോഹന്നാനും പൗലോസുമാണ്. അവിടെ പോയി കണ്ടിട്ട് അവൻ പറയുകയാണ്, അവന് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, യോഹന്നാൻ ഒരു ആത്മവിവശതയിൽ ഒരു സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. സ്വർഗത്തിലെ ഒരു സിംഹാസനത്തില് ഒരുത്തൻ ഇരിക്കുന്നത് അവൻ കാണുകയാണ്. അവൻ ഇരിക്കുന്നവന് ഹല്ലേലൂയ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യമായാണ്. സൂര്യകാന്തവും പത്മരാഗവും രത്നങ്ങളാണ്. ഹല്ലേലൂയ സാർഡിൻസ് ആൻഡ് ജാസ്പർ, അങ്ങനെ 2 രത്നങ്ങളോടെ ആ കളറുള്ള ഒരുത്തന് ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കാണുകയാണ്. സിംഹാസനത്തിന് ചുറ്റും പച്ച മഴവില്ലുണ്ട്. മഴവില്ല് എമറാൾഡിന്റെ കളറുള്ള അതും ഒരു രത്നമാണ്. ആ കളറുള്ള പച്ച മഴവില്ല് ഹല്ലേലൂയ ആ സിംഹാസനത്തെ ചുറ്റിയിരിക്കുകയാണ്. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം. ആ 24 സിംഹാസനത്തില് 24 മൂപ്പന്മാരെ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് പൊൻകിരീടം തലയിൽ വെച്ച് ഇരിക്കുന്നത് അവൻ കാണുകയാണ്. ആ സിംഹാസനത്തിനുള്ളിൽ 7 ദീപങ്ങൾ, ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങളെ അവൻ കാണുകയാണ്. 7 ദീപങ്ങൾ കത്തി ജ്വലിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ സിംഹാസനത്തിന്റെ ഉള്ളിലും സിംഹാസനത്തിൽ നിന്ന് ഇടിമുഴക്കവും നാദവും മിന്നലും പുറപ്പെടുകയാണ്. സിംഹാസനത്തിന്റെ ഉള്ളിലും പുറത്തും 4 ജീവികളെ അവൻ കാണുകയാണ്. ആ 4 ജീവികൾക്ക് 6 ചിറകുള്ളതാണ്. ആ നാഴികളിലെ അകവും പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 1-ാമത്തെ ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാമത്തെ ജീവി മനുഷ്യ മുഖമുള്ളത്, 4-ാമത്തെ ജീവി ഹല്ലേലൂയ പറക്കുന്ന കഴുകന് സദൃശ്യം. അതെല്ലാം ഇവർ കണ്ടു. ഈ ജീവികള് പറന്നുകൊണ്ട് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്ത് വിളിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവർ ആർത്ത് വിളിക്കുന്നത് അവൻ കാണുകയാണ്. 24 മൂപ്പന്മാര് തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെച്ചിട്ടുണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് അവൻ കാണുകയാണ്. ആരാധനയുടെ ശ്രേഷ്ഠത അപ്പോസ്തലനായ പൗലോസ് കണ്ടപ്പോൾ പൗലോസ് തിരിച്ചു വന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇതെല്ലാം ഈ ശ്രേഷ്ഠമായത് ഞാൻ കണ്ടപ്പോൾ ഇതെല്ലാം എനിക്ക് ചപ്പാണ്, ചവറാണ്. ഹല്ലേലൂയ. എനിക്ക് ഈ ശരീരം വിട്ട് എങ്ങനെയും എന്റെ യേശുവിന്റെ അടുക്കൽ എനിക്ക് പോകണം. ഹല്ലേലൂയ. ഇത് ഞാൻ ചപ്പെന്നും ചവറെന്നും ഞാൻ ഇടുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയില് ഹല്ലേലൂയ നമ്മള് ശ്രേഷ്ഠമായത് കാണുമ്പോൾ മറ്റുള്ളത് ചപ്പെന്നും ചവറെന്നും നമ്മൾ എണ്ണുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിനെ നമ്മൾ പിൻപറ്റുമ്പോൾ അതിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ ലോകത്തിലുള്ള മറ്റത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്ഥാനമാനങ്ങള്, അതെല്ലാം എന്നും നമ്മൾ ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. ആ ഒരു ജ്ഞാനമാണ് നമുക്ക് ആവശ്യം. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ മനുഷ്യപുത്രന്മാരെല്ലാം നോക്കുകയാണ്. അങ്ങനെ മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായി നിയോഗിച്ചു. അപ്പന്റെ കഴുതയെ അന്വേഷിച്ചു പോയ ശൗലിനെ ദൈവം രാജാവായി നിയോഗിച്ചു.
വീണ്ടും അവൻ ദൈവത്തിൽ നിന്ന് അനുസരണക്കേട് കാണിച്ചു. അമാലേഖ്യരോട് 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ അവൻ അമാലേഖ്യരോട് യുദ്ധം ചെയ്തപ്പോൾ എല്ലാത്തിനെയും കൊച്ചുകുട്ടികള് എല്ലാവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ നശിപ്പിക്കാതെ ഹീനമായതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു, മേത്തരമായത് അവൻ കൊണ്ടുവന്നു. അവന് ശൗമേൽ പ്രവാചകനോട് പറയാണ്, നിന്റെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ. അവൻ വിശ്വാസത്തിൽ നിന്ന് വീണുപോയത് കണ്ടേ. എന്റെ ദൈവം എന്ന് പറയുന്ന വിവരം നിന്റെ ദൈവം. അപ്പോ എന്റെ ദൈവം അല്ലാതെയായി പോയി. ആ അപ്പന്റെ കഴുതിയെ അന്വേഷിച്ചു പോയ അവനെ പിടിച്ച് രാജാവാക്കിയിട്ട് ഇപ്പോൾ അവൻ പറയുകയാണ്, നിന്റെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ മുഴുവൻ നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ദൈവം അപ്പോൾ തന്നെ പറയും, അവനെ ഞാൻ രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശ്വസ്തയോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കണം. അങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാൻ ശക്തനാണ്. നമ്മൾ എത്ര പാപിയാണെങ്കിലും, നമ്മൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ ലോകത്തിൽ ദാവീദ് പാപം ചെയ്തു, ഊരിയാവിനെ കൊന്നു, ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കി. ആ ദാവീദ് തിരിഞ്ഞു വന്ന് അനുതപിച്ചപ്പോൾ ദൈവം പറയുകയാണ്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അവന്റെ പാപങ്ങളെ മുഴുവനും കടലിന്റെ ആഴങ്ങളിലേക്ക് ദൈവം എറിഞ്ഞു കളഞ്ഞു. ആ കടലിന്റെ ആഴങ്ങളിൽ കിടന്ന പാപം ആർക്കും തിരിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല. പക്ഷെ മനുഷ്യൻ ഓർക്കും, ദൈവം ഓർക്കുകയില്ല. അപ്പോ നമ്മളുടെ എത്ര വലിയ പാപങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ചീത്ത മനുഷ്യനാണെങ്കിലും, ലോകം നോക്കുമ്പോൾ നമ്മൾ ചീത്ത മനുഷ്യനാണ്. മോശ ഒരു കൊലയാളിയാണ്. ഒരു കൊലയാളിയായ മോശയെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു. മോശയും ദാവീദും ഒക്കെ ലോകം നോക്കുമ്പോൾ കൊലയാളികളാണ്. പക്ഷേ ദൈവം അവരുടെ ഹൃദയത്തെ തൂക്കി നോക്കി. ദൈവം നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുമ്പോൾ നീ കുറവുള്ളവരായി കാണുമോ? ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയാണ് തൂക്കുന്നത്. പുറമേയുള്ള നമ്മുടെ സൗന്ദര്യമോ ഭംഗിയോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയം എന്റെ സന്നദ്ധിയിൽ നേരുള്ളതാണോ? എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് ദൈവം നമ്മോട് പറയും. അങ്ങനെ നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കുവാൻ പറ്റുമോ? നമ്മൾ എത്ര പാപിയാണെങ്കിലും ദൈവത്തിന് പ്രശ്നമല്ല. മുഴുവൻ പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഈ ഭൂലോകത്തിലേക്ക് വന്നത്. നീതിമാന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം സർവശക്തനായ ദൈവമാണ്. നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവർ എന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടത്തുകാരെന്ന് അറിഞ്ഞില്ല. ആ രാഹാബ് എന്ന സ്ത്രീ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്തപ്പോൾ രാഹാബിന്റെ ജീവിതത്തില് വിവാഹം കഴിക്കാതിരുന്ന ആ രാഹാബ് എന്ന സ്ത്രീക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അവളെ യേശുവിന്റെ വംശാവലിയിൽ എഴുതി ചേർത്തു. അവൾക്ക് ബോവസ് എന്ന ഒരു മകൻ ഉണ്ടായി. ഹല്ലേലൂയ. ബോവസിനെ നമ്മൾ വീണ്ടെടുപ്പുകാരനായി ഒക്കെ നമ്മൾ ചിത്രീകരിക്കും. പക്ഷേ ബോവസ് രാഹാബിന്റെ മകനാണ് എന്ന് സാധാരണ ആരും പറയാറില്ല. പക്ഷേ ആ രാഹാബിന്റെ ആ ദീർഘവീക്ഷണം കണ്ടോ, അവരുടെ വിശ്വാസം കണ്ടോ, അവരുടെ പ്രതിജ്ഞ കണ്ടോ, അതാണ് ആ ബോവസിനെ അത്രയ്ക്കും ശക്തനായ ഒരു പോരാളിയായി ദൈവം എടുത്ത് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിടുന്നവരായിരിക്കണം. ബോവസിനെ പോലെ ഹല്ലേലൂയ ആ രാഹാബ് എന്ന ആ സ്ത്രീയെ പോലെ ആ പാപിയായ സ്ത്രീക്ക് എത്ര വിശ്വാസത്തിന്റെ വാക്കുകളാണ് അവൾ ഉരുവിട്ടത്. അങ്ങനെ വാക്കുകളെ നമുക്ക് ഉരുവിടുവാൻ കഴിയുമോ? എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടാവും. ഈ വാക്കുകളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കും. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തെ കർത്താവേ, ആമേൻ.